പൂവാടി മോളെ പൂവാടി മോളെ തൃശൂർ പേരൂര് പൂവാടി മോളെ പൂവാടി മോളെ പൂവാടി മോളെ തൃശൂർ പേരൂര് പൂവാടി മോളെ കാണേണ്ടേ കാണേണ്ടേ യുവജനോത്സവ കളിപൂരം കാണേണ്ടേ കാണേണ്ടേ യുവജനോത്സവ കളിപൂരം താളമുണ്ട് മേളമുണ്ട് തപ്പുകൊട്ട് തകിലുകൊട്ട് വേദികൾ പലതുമുണ്ട് നാടൻ പാട്ട് മാപ്പിളപ്പാട്ട് ഗാനമേള ഏറെയുണ്ട്. കലോത്സവം കലയുടെ ഈറ്റില്ലമാണെങ്കിൽ കലാവേദിക്കിപ്പുറത്തേക്ക് നോക്കിയാൽ പല പല ജീവിതങ്ങളാണുള്ളത്. അത് അവിടെയും കല ഒരു പ്രധാന വിഷയം തന്നെയാണ്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ട് വരാം. ഒരാൾ നിമിഷ കവി കൂടിയാണ്, ഒപ്പം തന്നെ ഒരാൾ വ്യത്യസ്തമായ വേഷത്തിൽ ലഹരിക്കെതിരെ പോരാടുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് കലയിലേക്ക് പോവാം. നിമിഷ കവി കൂടിയാണ്. എന്താണ് പേര്? രജനി സുബ്രഹ്മണ്യൻ. ഒല്ലൂരാണ് അല്ലേ? ഒല്ലൂര് പെരിഞ്ചേരി ഭാഗത്താണ് വീട്. ഈ കലോത്സവ വേദിയിൽ എങ്ങനെയാണ് സാന്നിധ്യം? കലോത്സവം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരി തന്നെയാണ്. കലയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്നേഹമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയം ഇത്. അപ്പോൾ അതിൽ കൈകോർത്ത് എല്ലാവരും എല്ലാ കുട്ടികളും അതിലേക്ക് നയിക്കണം. കലോത്സവം എങ്ങനെയാണ് പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടം വേറെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിന് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഞാനൊന്ന് ആസ്വദിക്കാൻ, കാണാം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. സ്വന്തം പുസ്തകമായിട്ട്? അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പുസ്തകം കയ്യിൽ വെച്ചു. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഞാൻ ഒരു 10-30 പുസ്തകങ്ങളിൽ സാഹിത്യ പല ഗ്രൂപ്പുകളുടെ പുസ്തകങ്ങളിലായിട്ട് 30ഓളം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം അച്ചടി മഷിപുരണ്ടത് 2 പുസ്തകമാണ്. ചെറുകഥാ സമാഹാരമാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ടൊരു കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ കവിതയല്ല, നാടൻ പാട്ട്. ആ ഒരു പാട്ടൊന്ന് ആസ്വദിക്കാം. പൂവാടി മോളെ പൂവാടി മോളെ തൃശൂർ പേരൂര് പൂവാടി മോളെ പൂവാടി മോളെ പൂവാടി മോളെ തൃശൂർ പേരൂര് പൂവാടി മോളെ കാണേണ്ടേ കാണേണ്ടേ യുവജനോത്സവ കളിപൂരം കേരള നാടിൻ്റെ കേളിയുണർത്തും കളിയരങ്ങ് കഥകളിയും മോഹിനിയാട്ടം മാർഗംകളിയൊപ്പനയും ബാലിക ബാലകന്മാരുടെ നാട്യരങ്ങ് കാണേണ്ടേ പൂവാടി മോളെ പൂവാടി മോളെ തൃശൂർ പേരൂര് പൂവാടി മോളെ നാടുണർന്നേ നഗരമുണർന്നേ വടക്കുന്നാഥൻ്റെ മണ്ണുണർന്നേ നാടുണർന്നേ നഗരമുണർന്നേ വടക്കുന്നാഥൻ്റെ മണ്ണുണർന്നേ പൂരത്തെ വെല്ലും പൂരം യുവജനോത്സവ പൊടിപൂരം പൂരത്തെ വെല്ലും പൂരം യുവജനോത്സവ പൊടിപൂരം പൂരത്തെ വെല്ലും പൂരം യുവജനോത്സവ പൊടിപൂരം യുവജനോത്സവ പൊടിപൂരം. യുവജനോത്സവ പൊടിപൂരമായി നടക്കുകയാണ്. ഇപ്പോൾ ഇപ്പുറത്ത് മറ്റൊരു അതിഥി കൂടിയുണ്ട്. സാധാരണ നമ്മൾ ലോട്ടറി കച്ചവടക്കാരെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ചേച്ചി നടത്തുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പേരെന്താ? മായാദേവി, ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ലോട്ടറി കച്ചവടമാണ്. ഇവിടെ സ്ഥിരമായിട്ട് ടിക്കറ്റ് വിൽക്കാൻ വരുന്നതാണ്. ഇപ്പോൾ കലോത്സവം ആയതുകൊണ്ട് കുട്ടികളുടെ ഇടയിലും കൂടി കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ജോക്കറിനെ കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കുട്ടികളായിട്ട് സംസാരിക്കുന്നുണ്ട്. കുട്ടികളോട് GK ചോദിക്കുന്നുണ്ട്, കുസൃതി ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി കുസൃതി ചോദ്യവും GK ഒന്നും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല അടിപൊളി ബിരിയാണിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ആ ബിരിയാണി എങ്ങാനും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നെയ് പായസവും കൊടുക്കും. ഇതിന് ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞ് കഴിക്കാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. കാരണം വായനയാവട്ടെ ലഹരി എന്നതാണ് ആശയം. അതുകൊണ്ട് ഇതാണ് നെയ് പായസം ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിരിയാണിയും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും വായനയാവട്ടെ ലഹരി എന്നതാണ് എൻ്റെ ആശയം. എങ്ങനെയാണ് ഈ ഒരു വേഷത്തിലേക്ക് ഇപ്പോൾ എത്താനുള്ളത്? കാരണം ഈ ഒരു ആലോചിച്ച് കരുതിക്കൂട്ടി തന്നെ വന്നാണ് കലോത്സവത്തിൻ്റെ പ്രമാണിച്ച്? തീർച്ചയായിട്ടും. കാരണം സീസൺ അനുസരിച്ച് വേഷം മാറുന്ന ഒരാളാണ്. ഓണക്കാലമാകുമ്പോൾ ഇതേ റൗണ്ടിൽ തന്നെ മാവേലിയായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൂപ്പനായിട്ടുണ്ട്. മറിയച്ചേടത്തിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്. പിന്നെ ശിശുദിനത്തിന് പോലും ഒരു ചാച്ചാജിയുടെ വേഷം കെട്ടിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ഒരു കാലത്തിനനുസരിച്ച് കോലം കെട്ടാന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ
പിള്ളേർക്കൊരു സന്തോഷം കൊടുക്കാൻ ഒരു ജോക്കറാണ് നല്ലതെന്ന് തോന്നി. ഇന്നലെ ഇതേപോലെ ജോക്കർ പോലത്തെ വേറൊരു ഫ്ലൂറസെൻ്റ് ഒരു ഫ്രീക്ക് മട്ടിലാണ് വന്നത്. എത്ര വർഷമായിട്ട് ഈ ഒരു ടിക്കറ്റ് വിൽപ്പനയുമായിട്ട്? ടിക്കറ്റ് വിൽപ്പന 17 വർഷത്തോളമായി. 3 കലോത്സവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റി. കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ ആദ്യം വന്നത്, അവിടെ ക്രിസ്മസ് അപ്പൂപ്പനായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ജോക്കറായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഹാപ്പി മൂഡ് കൊടുക്കാനായിരുന്നു. ഒരു സിനിമ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് എട്ടാ മോനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ പിള്ളേരുടെ മനസ്സിന് തന്നെ ഒരു വളരെ സന്തോഷമായിരുന്നു. എന്നാൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നൊരു ആശയം വന്നു. അങ്ങനെ ലഹരിക്കെതിരെ ഒരു ചെറിയ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയൊരു അഡ്വൈസ്. ജീവിതമാണ് ലഹരി എന്നുള്ളതിന് ലോട്ടറി കച്ചവടമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്, അതൊരു കലയിലൂടെ. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും ലോട്ടറി വിൽക്കുന്നത് ഒരു കലയും കൂടി ചേർത്തിട്ടാണ്, കാരണം കലയാണ് എൻ്റെ ലഹരി. ചിലവൊക്കെ എങ്ങനെയാണ് ഈ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് കലോത്സവങ്ങളിലൊക്കെ പോകുന്നത്? തീർച്ചയായിട്ടും, കാരണം ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ടാണ് വീടിന് വാടക കൊടുക്കുന്നത്, മകളെ പഠിപ്പിക്കുന്നത്, കലോത്സവങ്ങൾ ആഘോഷിക്കുന്നത്, ഉത്സവങ്ങൾ, പൂരങ്ങൾ എല്ലാം ഈ ലോട്ടറിയിലൂടെ. അതിലും ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. തീർച്ചയായിട്ടും, കാരണം ചെയ്യുന്ന ഒരു ജോലി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന ജോലി വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് വേദികൾക്കപ്പുറത്തേക്കും കലാകാരികളുണ്ട്, കലാകാരന്മാരുണ്ട്. ഇതുപോലെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവർ അവരുടേതായ കഴിവുകളും പ്രകടനങ്ങളും ഇത്തരത്തിലൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം കലാകാരികളെ കൂടി അറിയുന്നതാണ്, നാടറിയാൻ വേണ്ടിയുള്ളതാണ്. അതാണ് കലോത്സവ വേദികൾ. ക്യാമറമാൻ കൃഷ്ണമാക്കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.